അങ്ങനെ ഈ വീക്കിൻ്റെ പ്രമോ വന്നിരിക്കുകയാണ് ലാലേട്ടൻ്റെ. ലാലേട്ടൻ അങ്ങനെ കട്ട കലിപ്പിലാണ്. ഇത്രയും കലിപ്പിലായ ലാലേട്ടനെ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ. കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞു ലാലേട്ടൻ അതാണ് കലിപ്പ് എന്ന്. പക്ഷേ ഞാൻ പറയുന്നു ലാലേട്ടൻ ഇതാണ് കലിപ്പ് എന്ന്. കാരണം ഒരു ഫിസിക്കൽ അസാൾട്ടിലേക്കാണ് അനുമോളും ജിസയിലും നീങ്ങിയത്. അത് കൃത്യമായിട്ട് ലാലേട്ടൻ ഈ പ്രമോയിൽ ചോദിക്കുന്നുണ്ട്. ലാലേട്ടൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അനുമോൾക്ക് ആരാണ് സ്വാതന്ത്ര്യം തന്നത് ജിസൈലിൻ്റെ ചുണ്ടത്ത് ഇത് വെക്കാൻ എന്നുള്ളത്. അപ്പോൾ അനുമോൾ പറയുന്നത് ബിഗ് ബോസിൻ്റെ റൂള് ബ്രേക്ക് ചെയ്ത് ജിസൈലിന്. അപ്പോൾ നിങ്ങൾ ബിഗ് ബോസിൻ്റെ എല്ലാം അനുസരിക്കുന്ന ഒരാളാണോ എന്ന് ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നു. അതേപോലെ തന്നെ ജിസൈലിനെ നന്നായിട്ട് പറയുന്നുണ്ട്. ജിസൈലിനോട് പറയുന്നത് നിങ്ങൾ അനുമോളെ തള്ളിയല്ലോ, അവരെവിടെയെങ്കിലും പോയി ഇടിച്ച് വീണിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെന്ന്. മാത്രമല്ല ഈ പണിഷ്മെൻറ്റ് ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. പണിഷ്മെൻറ്റ് തുടങ്ങുന്നേ ഇവർക്ക്. ലാലേട്ടൻ പറയുന്നത് പ്രമോയിൽ നിങ്ങൾക്ക് നല്ലൊരു പണിഷ്മെൻറ്റ് ഇതിന് കിട്ടുന്നതാണ്. നമുക്കറിയാം അനുമോൾ അത്രയും സ്വാതന്ത്ര്യം എടുത്ത് ജിസൈലിൻ്റെ അനുമോൾക്കൊരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസിനോട് പറയുക. ബിഗ് ബോസിൻ്റെ റൂൾ ബ്രേക്ക് ചെയ്യാണ് ജിസൈൽ, ഇതുവരെ ബിഗ് ബോസ് ആക്ഷൻ എടുത്തില്ല, നിർബന്ധമായിട്ട് ആക്ഷൻ എടുക്കണമെന്ന് അനുമോൾക്ക് പറയായിരുന്നു. പക്ഷേ അനുമോൾ അതൊരു തെളിവ് പോലെ ചുണ്ടത്ത് ലിപ്സ്റ്റിക് ഉണ്ടോ എന്ന് അറിയാൻ ഒരു പേപ്പർ വെച്ച് എടുക്കുന്ന രീതിയാണ്. ജിസൈൽ അത് ഓട്ടോമാറ്റിക്കലി തൻ്റെ ചുണ്ടത്തേക്ക് ഒരാൾ വന്നതുകൊണ്ട് തന്നെ തള്ളുകയും ചെയ്തു. അതൊരു വലിയ പ്രശ്നമായിട്ടാണ് ഇപ്പോൾ ലാലേട്ടൻ അവതരിപ്പിക്കുന്നത്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതൊരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് നീങ്ങിയ പ്രശ്നമാണ്. ഇതാണ് ഇപ്പോൾ പ്രമോൽ ആദ്യം വന്ന പ്രമോൽ എടുത്ത് പറയുന്നത്. എവിക്ഷനെ കുറിച്ചൊന്നും പ്രമോൽ പറയുന്നില്ല. ഇതാണ് സംഭവം.